തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 25 ആയാൽ സംഖ്യകളിൽ വലുതേത്? ഓപ്ഷൻസ് 13, 12, 14, 15. ഇവിടെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. ഈ എണ്ണൽ സംഖ്യകൾ നമുക്ക് എക്സും വൈയും എന്ന് കരുതുക. എണ്ണൽ സംഖ്യകൾ എക്സും വൈയും, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ അത് എക്സും വൈയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയ സംഖ്യ വൈ എന്നും വലിയ സംഖ്യ എക്സ് എന്നും എടുക്കുക. അപ്പോൾ ഇത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. അതിൽ ചെറുത് വൈയും വലിയ സംഖ്യ എക്സും. ഇനി എന്താ പറയേണ്ടത്? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് സ്ക്വയർ തമ്മിൽ കുറച്ചാൽ 25 കിട്ടും. ഇതിൻ്റെ സ്ക്വയർ തമ്മിൽ കുറച്ചാൽ ഇതിലേതാ വലുത്? അതൊന്നും വേണമല്ലോ കുറയ്ക്കാൻ, വലുത് തന്നെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്ക്വയർ? എക്സ് സ്ക്വയർ. കുറയ്ക്കണം ഇതിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 25. ഇനി ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എന്ത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്, അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം 25. എക്സ് പ്ലസ് വൈ നമ്മൾ അതുപോലെ തന്നെ ഇടുന്നു, ഇൻറ്റു എക്സ് മൈനസ് വൈ നമുക്ക് 1 വരും. കാരണം എന്താ? തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ 1 അല്ലേ കിട്ടുക? അപ്പോൾ എക്സ് മൈനസ് വൈന് പകരം നമുക്ക് 1 തന്നിട്ടാൽ മതി. സമം 25. ഇനി 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റമൊന്നും വരില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ സമം 25 എന്ന് കിട്ടി. അതായത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളിൽ അത് കൂട്ടിയ 25 കിട്ടണം. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ നമ്മൾ എക്സ് വൈ എടുത്തിട്ടുണ്ട്, അത് കൂട്ടിയ 25 കിട്ടണം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ 13. നമുക്ക് എക്സ് 13 എടുത്ത് വരിക. എക്സ് 13 എടുത്താൽ വൈ എത്രയായിരിക്കും? 13, 12, 25. അപ്പോൾ എക്സ് 13, വൈ 12. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക? ചെറിയ സംഖ്യ വൈയെ, വലിയ സംഖ്യ എക്സ് ആണ്. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ എക്സ് ആണ്. അപ്പോൾ ശരിയാണ് നമ്മുടെ ഉത്തരം, അല്ലേ? ചെറിയ സംഖ്യ വൈയും വലിയ സംഖ്യ എക്സും. അപ്പോൾ വലിയ സംഖ്യ നമ്മൾ എക്സ് എടുത്തു, 13 എടുക്കുമ്പോൾ 13ഉം 12 കൂട്ടുമ്പോൾ 25. അപ്പോൾ ഉത്തരം 13 കിട്ടുന്നുണ്ട്. ഇതാണ് ഉത്തരം. ഇനി നമുക്ക് വേറെ ഓരോന്ന് എടുത്തു നോക്കാം. നമുക്ക് 12 എടുത്താൽ എന്താ വരിക? 12 എടുത്താൽ 12 പ്ലസ് എത്രയാണ്? 25. 12, 13 ആണ് 25. പക്ഷേ കൂട്ടുമ്പോൾ ശരിയാവുണ്ടെങ്കിലും ഇവിടെ വലിയ സംഖ്യ 13 ആണ്. വലിയ സംഖ്യ വൈ ആയിട്ട് വരും. ഇവിടെ വലിയ സംഖ്യ നമ്മുടെ എടുത്തുന്ന എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരം ശരിയില്ല. ഈ 12 കിട്ടില്ല. ഇനി 14 എടുത്താലോ? എക്സ് നമ്മൾ 14 എടുത്ത് വിചാരിച്ചോളൂ. 14 പ്ലസ് എന്താ വരിക? 14ഉം 11ഉം ആണ് 25. പക്ഷേ എന്താ? ഇത് രണ്ടും തുടർച്ചയായ സംഖ്യകളല്ല. അപ്പോൾ അതുമല്ല ഉത്തരം. അതുപോലെ തന്നെ 15 എടുത്താലോ? 15 പ്ലസ് വൈ എന്ത് വരും? 15 പ്ലസ് 10 ആണ് 25. ഇതും തുടർച്ചയായ സംഖ്യകളല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 13.